സൽമാന്റെ വീഡിയോയില് കുറച്ച് വകതിരിവ് ആൾക്കാർക്ക് വന്നിട്ട് സൽമാൻ എന്താ പറഞ്ഞ എന്ത് ബുദ്ധി വന്നു പറഞ്ഞു കാടില്ലോലും ഒരു വട്ടെങ്കിലും ആ പള്ളിക്ക് ഒന്ന് പോയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യണേ. നമ്മളൊരു മസ്റ്റ് ട്രൈ ആയിട്ട് ഒരു മുന്തിരി ജ്യൂസ് കിട്ടും. അത് പ്രാവശ്യം ഉണ്ടോന്ന് അറിയില്ല. അപ്പൊ ഗൈസ് നോമ്പ് തുടങ്ങിയത് കൊണ്ട് നമ്മൾ 30 ദിവസം ഒരു പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 30 ദിവസം 30 റെസ്റ്റോറന്റ് ഇഫ്താർ മീറ്റ് നടത്താൻ പറ്റുന്ന റെസ്റ്റോറന്റ് ഏതൊക്കെയാണ്, എവിടെയാണ് ഏറ്റവും നല്ലത് എന്നുള്ളത് നമ്മൾ പോയി കഴിച്ച് ടേസ്റ്റ് ചെയ്തിട്ട് റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പൊ 30 ദിവസം ഇന്ന് നമ്മൾ പോണത് KPM-ക്കാണ്. സിമർ കഴിഞ്ഞ വർഷം KPM അത്യാവശ്യം കുഴപ്പമുണ്ടായില്ല, നൈസായിരുന്നു. അപ്പൊ നമ്മൾ KPM പോയിട്ട് നോക്കട്ടെ ഇന്നത്തെ എങ്ങനെ ഉണ്ട്. അങ്ങനെ ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ വരും. അപ്പൊ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് ആവശ്യമില്ല ഇതിൽ ഉണ്ടാവും അല്ലേ നിയാസേ? അപ്പൊ നമ്മള് ഫസ്റ്റത്തെ അറ്റംപ്റ്റ് തന്നെ പാളിക്കാണ്. KPM 19, 20 ലീവാണ്. നമ്മൾ അടുത്ത റെസ്റ്റോറന്റ് എവിടെയാണ് നോക്കിയിട്ട് പോയി കൊണ്ടിരിക്കണേ. നോമ്പുറക്കാര് സമയം ഇല്ലേനും നമുക്ക് എത്തും വേണം. ആകെ മൂഞ്ചിട്ടാ തോന്നണേ. എവിടേക്കേലും ഒക്കെ ഒന്ന് എത്തണം നിയാസേ. എവിടേക്കേലും പോവാ. പള്ളി പിടിക്കണോ? ആ ഭാഗത്ത് കൂടെ എന്തായാലും ആ ഭാഗത്ത് ഏതെങ്കിലും ഒന്നും ഇല്ലാണ്ട് ഇരിക്കൂല. നാളെ മുതൽ നമ്മൾ തന്നെ കറക്റ്റ് നോക്കി വെക്കണം. മറ്റും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും കേട്ടോ. ഓനെ വിളിച്ച് പറയാം KPM-ക്ക് വരണ്ട, വേറെ എവിടേക്കെങ്കിലും വരാൻ പറയാം. എന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റ് നമ്മളത് പോലീസുകാരൻ ലൈറ്റ് അടിച്ചില്ല. സാറേ നമ്മൾ മറ്റേ ലൈറ്റ് ആകെ അറിയാണ്ട് അടിച്ചാണ്. ഗ്ലാസ് ഒന്ന് അവിടെ ക്യാമറ എടുക്കാൻ എനിക്ക് ഒരാളെ ആവശ്യമുണ്ട്. മന്ത്ലി നമ്മള് സാലറി കൊടുക്കും. എത്ര റുപ്യ ആണെങ്കിലും അതിനൊരാളെ നമുക്ക് ആവശ്യം. അത്രയും പൈസ ഉണ്ട് സെമീറെ. അത് ഇജ്ജ് കൊടുക്കും എന്നാണ് പറയണേ. അപ്പൊ ഞാൻ കൊടുക്കണം അതും. ശരി. അപ്പൊ ക്യാമറ എടുക്കാൻ നമുക്ക് ഒരാളെ ആവശ്യമുണ്ട്. ആരെങ്കിലും ഒക്കെ ഫ്രീ ആയിട്ട് ഇരിക്കുന്നുണ്ട്. ക്യാമറമാൻ അതുപോലെ എഡിറ്റ് ചെയ്യാനും അറിയണം. അങ്ങനത്തെ ഒരാളെ നമുക്കിപ്പോ സാധനം പെരീക്ക് കൊണ്ടുവരും സമീറന്ന്. പെരീക്ക് പോവാ. പക്ഷെ നമ്മള് 30 ദിവസം എന്ന് പറഞ്ഞത് വില പറ്റിച്ച പോലെ ആവൂലേ ഗൈസ്? എത്തിക്സിനെതിരെ നമ്മളൊരു പരിപാടി ഇല്ല. നമ്മള് കറക്റ്റ് ആണ്. നമ്മളൊരു എത്തിക്സ് ഉണ്ട് അല്ലേ? അതില് നമ്മള് കറക്റ്റ് ആയിരിക്കും. ഷമീറൊക്കെ ഷമീർ ഇങ്ങനെ പറയും കാര്യങ്ങളൊക്കെ. ഇന്ന് പറഞ്ഞിരുന്നൊരു കാര്യം. ഇന്നെന്താ പറഞ്ഞേ? കോഴിക്കോട് നിന്നിട്ട് പർച്ചേസ് രാവിലെ ചെയ്തിട്ട് വൈകുന്നേരം കാര്യങ്ങൾ സെറ്റ് ചെയ്യും. ഓക്കെ, അത് നടക്കൂല. അതാണ്, അതൊക്കെയാണ് നമ്മളൊരു പ്രത്യേകത. നമ്മളെന്തായാലും യൂട്യൂബില് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. ഏത് നാളെ ഒരു സംഭവം സൽമാന്റെ വീഡിയോയില് കുറച്ച് വകതിരിവ് ആൾക്കാർക്ക് വന്നിട്ട് സൽമാൻ എന്താ പറഞ്ഞ എന്ത് ബുദ്ധി വന്നു പറഞ്ഞേ? മന്ദബുദ്ധി അല്ല. സൽമാൻ എന്തോ പറഞ്ഞു എന്റെ തലയിൽ എന്തോ സാധനം വന്നു ഇടിച്ചു എന്തൊക്കെ തട്ടിക്കാണ്. അപ്പൊ കുഴിമന്തി ബൈത്തുൽ മന്തിയിൽ പരിപാടി ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ കേറും. ലൈറ്റ് ഇട്ട് എവിടെയും കേറായി. ഇവിടെ ഒന്നും ഇല്ല. എവിടെ ലൈറ്റ് ഉണ്ടോക്കാ? എടാ ഇന്ന് എവിടെ ഉണ്ടാവും തോന്നുന്നില്ലടാ. ഇന്നെല്ലാരും എന്തൊക്കെ നാളെ കൊടുക്കാന്നുള്ളൊരു സംഭവത്തിലാണോ? പക്ഷെ ഞമ്മക്ക് ഇത് വേണേനും. നമ്മളവസാനം പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞിട്ടോ? പള്ളിയിൽ ഇതാണ് നമ്മളെ എല്ലാ കൊല്ലം പോണ പള്ളി കുന്തിപ്പയത്ത്. അതൊരു പള്ളി തന്നെ കേട്ടോ. അവിടുത്തെ ഫുഡ്, അവിടുത്തെ ഒരു ഇതുണ്ട് മുന്തിരി ജ്യൂസ്. അതൊരു ഒതന്റിക് സാധനം, നൈസ് വൈബ്. എല്ലാരും മണ്ണാർക്കാടുള്ളവരും ഒരു വട്ടെങ്കിലും ആ പള്ളിക്ക് ഒന്ന് പോയിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യണേ. നമ്മളൊരു മസ്റ്റ് ട്രൈ ആയിട്ട് ഒരു മുന്തിരി ജ്യൂസ് കിട്ടും. അത് പ്രാവശ്യം ഉണ്ടോന്ന് അറിയില്ല. എന്തായാലും നമ്മൾ അവിടെ ഇടയ്ക്കൊന്ന് പോയി നോക്കാം. പക്ഷെ എല്ലാവർക്കും നമ്മളെ ഒന്നാമത്തെ നോമ്പറായതുകൊണ്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാന്ന്. നാളെ മുതലാ ഇന്ന് എവിടെയെങ്കിലും ഉണ്ടോ മന്തി? വേണ്ട. ഇന്നത്തെ നോമ്പ് മറന്നിക്ക. നാളെ മുതൽ അപ്പൊ സാഫ്രോണിൽ ഉണ്ടാവും. നാളെ മുതൽ സാഫ്രോൺ നമ്മളെ വ്ളോഗിൽ പറയാതെ നാളെ ഉണ്ടാവൂലേ? ഓക്കെ സെറ്റ്. സ്മോക്കീസിലത്തെ ഇന്നത്തെ സാധനങ്ങൾ എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. സാധനം എങ്ങനെ ഉണ്ടെന്നുള്ളത് കഴിച്ചു നോക്കിയിട്ട് നമ്മൾ പറഞ്ഞുതരും. 3 നേരം. പിന്നെ സ്പെഷ്യൽ അൽഫാം അത് സമൂസ ഇതൊക്കെ ഉണ്ടാവും. എടാ അതൊക്കെ അല്ലേ സമൂസ? അതുണ്ടടാ, അതല്ലേ ഫുഡിന്റെ അവർ പറഞ്ഞ സാധനങ്ങളുണ്ട് അല്ലേ സ്മോക്കീസിലെ. 3 ഐറ്റം ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ട്, വെള്ളം ഉണ്ട്, ഈത്തപ്പഴം ഉണ്ട്. നമ്മളെന്താ ഫുഡ് എന്താ പറഞ്ഞേ?
സംഭവം ഫ്രൂട്ട്സ് കടക്കാരന്റെ പവറല്ല, അത് ഫ്രൂട്ട്സ് ഉണ്ടായതല്ലടാ. ആ പൈനാപ്പിൾ കൊള്ളാന്നാ പറഞ്ഞേ. സംഭവം നൈസാ, കഴിച്ചു നോക്ക്. ഇവിടെ പരിപാടി ഇല്ല ശരിക്കും. അതായത് ഓലിന്ന് നോമ്പറക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത സാധനമാണ്. അപ്പൊ നമ്മളെ കണ്ടപ്പോ എന്ത് ചെയ്തു ഇന്നത്തെ പരിപാടി അല്ലേ? നിങ്ങൾ ഇത് നിങ്ങൾക്ക് കഴിക്കാൻ വേണ്ടി എടുത്ത് വെച്ച ഫുഡല്ലേ ഇവിടെ? എന്നിട്ട് ഞങ്ങളെ കണ്ടപ്പോൾ സെറ്റ് ചെയ്തല്ലേ സ്നേഹം കൊണ്ട്? അല്ലേ? അതാണ് നാളെ കസ്റ്റമർ പോലെ നമ്മൾ വന്നപ്പോ ഇല്ല. ഞങ്ങൾ ഇവിടൊക്കെ പോയിട്ട് മൊത്തം പോയി. ആ തലോട്ടി വരുന്നത് അവിടെ ഇല്ല. ഒക്കെ നാളെ മുതലാണ്. പക്ഷെ നിങ്ങൾ മാത്രം തന്നെ സ്മോക്കീസ് നോട്ട് ചെയ്ത് വെച്ചോ. ഓക്കെ. അപ്പൊ ഇവിടെ 299 എത്രയ്ക്ക് കോമ്പോന്റെ 250. ഓക്കെ. സമൂസ എന്താ അവസ്ഥ? സമൂസ അടിപൊളി. ഓക്കെ. നിങ്ങൾ ശരിക്കും പ്ലാൻ ഇവിടെ ഉണ്ടെന്ന് നല്ലത്. ജസ്റ്റ് ലെഗിന്റെ അതോ അതെങ്ങനെ അതെടുക്കുക? ലെഗിന്റെ അൽഫാമും ഇതും നമ്മൾ ഇനി 30 ദിവസത്തിന്റെ ഇടയിൽ ഇതില്ല. അൽഫാമും മന്തി ബാക്കിയുള്ള ഐറ്റംസ് ഏതാണോ കിട്ടുന്നത് അങ്ങനത്തോടത്ത് മാത്രമേ നമ്മൾ കഴിക്കൂ. അപ്പോൾ ഫസ്റ്റത്തെ നോമ്പുറ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു നോമ്പുറ ഇതല്ല. ഒരു കണ്ണൂർ സൈഡ് അതുപോലെ കോഴിക്കോട്ടേക്ക് ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ഒരു നോമ്പുറ. അപ്പോൾ അങ്ങനത്തെ നല്ല സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇടുക. നമുക്ക് അവിടെ വന്നിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനാണ്. അതുപോലെ തന്നെ എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ എന്താ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യുക. താങ്ക് യു.